അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രികിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രിയപ്പെട്ടവരോട് സംവദിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടുന്ന 5 കാര്യങ്ങൾ. 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ വിജയം നമുക്ക് ലഭ്യമാകും. ആ 5 കാര്യങ്ങൾ നമ്മൾ തടയുകയാണെങ്കിലോ അള്ളാഹു അങ്ങനത്തെ ഒരു 5 കാര്യം നമുക്ക് തടയും. 5 കാര്യം നമ്മൾ ചെയ്യാതിരുന്നാൽ, നമ്മളതിന് തടസ്സം നിന്നാൽ അള്ളാഹു 5 കാര്യത്തിന് തടസ്സം നിൽക്കും. അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വിജയത്തെ, നമ്മുടെ സുരക്ഷയെ ബാധിക്കും എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഒരാൾ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ, മുതലിൻ്റെ സക്കാത്ത് ഒരാൾ കൊടുക്കാതിരുന്നാൽ ആ മുതലിൻ്റെ സുരക്ഷ അള്ളാഹു എടുത്തു കളയും. അവൻ്റെ ആ മുതലിൻ്റെ ഭാഗമായിട്ട് അവനിക്ക് വരാവുന്ന ആഫത്തുകളെ അള്ളാഹു തട്ടി മാറ്റുകയില്ല എന്നർത്ഥം. ആ മുതലിൻ്റെ സംരക്ഷണം അള്ളാഹു എടുത്തു കളയും. രണ്ടാമത്തെ ഒരു കാര്യം, ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വരുമാനങ്ങൾ, അതിനൊക്കെ സക്കാത്ത് കൊടുക്കണമല്ലോ. ഇസ്ലാം എല്ലാ സാധനങ്ങൾക്കും സക്കാത്ത് കൽപ്പിച്ചിട്ടില്ല. ചില വസ്തുക്കൾക്ക്, ചില കാർഷികമായ ചില കാര്യങ്ങൾക്ക്, ചില ധാന്യങ്ങൾക്ക്, ചില പഴങ്ങൾക്കൊക്കെ അല്ലാഹു തആല സക്കാത്ത് കണക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ സക്കാത്ത് തടഞ്ഞാലോ അവൻ്റെ ജോലിയുടെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയും. അതിൻ്റെ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അവൻ ചെയ്യുന്ന സമ്പാദ്യം, അവൻ്റെ ആ ഒരു ജോലി, അവൻ ലഭ്യമാകുന്ന വരുമാനങ്ങൾ, അതിൻ്റെ ബർക്കത്തില്ലാതാകും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ സമ്പത്ത് ഒരുപാട് കിട്ടുന്നെങ്കിലും ആ സമ്പത്ത് കൊണ്ടുള്ള ഉപകാരം അവനക്ക് കിട്ടുകയില്ല. മൂന്നാമത്തെ കാര്യം, സ്വതക്ക ഒരാൾ തടഞ്ഞാൽ, സ്വതക്ക കൊടുക്കാതിരുന്നാൽ ആഫിയത്ത് അള്ളാഹു തടയും. ധർമ്മം കൊടുക്കാതിരുന്നാൽ ആഫിയത്ത് അള്ളാഹു തടയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രോഗം പരാതിപ്പെട്ട ഒരാളോട് സ്വതക്ക ചെയ്ത് അതിൻ്റെ ശമനം കണ്ടെത്താൻ പറഞ്ഞതായിട്ട് ഇഹിയയിൽ ഒരു ഹദീസുണ്ട്. മുട്ടുവേദന അനുഭവപ്പെട്ട ആ ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവലാതി പറഞ്ഞപ്പോൾ, രോഗശമനത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ നബി തങ്ങൾ ധർമ്മം കൊടുത്തിട്ട് നിങ്ങൾ ചികിത്സിക്കുക എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സ്വതക്കയും രോഗശമനവും തമ്മിൽ വലിയ ബന്ധം ഉണ്ട് എന്ന് പറയുവാനാണ് ഈ ഒരു ഹദീസ് കേൾപ്പിച്ചിട്ടുള്ളത്. നാലാമത്തെ ഒരു കാര്യം, സ്വന്തത്തിന് വേണ്ടിയുള്ള ദുആ ഒരാൾ തടഞ്ഞാൽ, ദുആ ചെയ്യാതിരുന്നാൽ
അള്ളാഹു അവനെ തൊട്ട് ഇജാബത്ത് തടയും, ഉത്തരം തടയും. അഞ്ചാമത്തെ കാര്യം, ജമാഅത്തായിട്ട് നിസ്കരിക്കലിനെ ഒരാൾ തടഞ്ഞാൽ പരിപൂർണമായ ഈമാൻ അവനിക്ക് തടയപ്പെടും അല്ലാഹു. കാരണം അവൻ്റെ ഈമാൻ പരിപൂർണമാവുകയില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽപ്പെട്ടതാണല്ലോ നിസ്കാരം. നിസ്കാരത്തോളം മഹത്വമുള്ള ഒരു ഇബാദത്തും ഇസ്ലാം മതത്തിലില്ല. അത് തന്നെ സംഘടിതമായിട്ട് നിർവഹിക്കുമ്പോൾ അതിനൊരുപാട് മഹത്വങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഈ 5 കാര്യം ചെയ്യാൻ നിങ്ങളൊക്കെയും ശ്രദ്ധിക്കണം എന്ന് നിങ്ങളോടും എന്നോടൊക്കെ ഞാൻ ഉണർത്തുന്നു. നിങ്ങളൊക്കെ ദുആ ഉണ്ടാവണം. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരും സ്വീകരിക്കട്ടെ. എല്ലാവരും പ്രിയപ്പെട്ടവരെ ഈ നല്ല കാര്യത്തിൻ്റെ കൂടെ നിൽക്കുകയും ഇതിനെ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് വിനയത്തോട് അറിയിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.